നമസ്കാരം. നാലാം റൗണ്ട് എണ്ണിയപ്പോൾ വയനാട്ടിൽ 1,02,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് പ്രിയങ്ക ഗാന്ധി. അതായത് ആദ്യഘട്ടം പിന്നിട്ടിരിക്കുന്നു. ഏകദേശം 2.5-2.25 ലക്ഷം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ നാലാം റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് 1,02,000 മേതെ ഭൂരിപക്ഷം 1 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു പ്രിയങ്ക ഗാന്ധിക്ക് എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ വിശേഷം 6,800 വോട്ടിൻ്റെ ഭൂരിപക്ഷം UR പ്രദീപ് നേടിയിരിക്കുന്നു നാലാം റൗണ്ട് ഇപ്പോൾ. അതിനർത്ഥം UR പ്രദീപ് തന്നെയായിരിക്കും മുന്നിലേക്ക് പോകുന്നത്, വിജയിക്കുന്നത് ചേലക്കര എന്നുള്ള വിവരമാണ്. അവിടെ രമ്യ ഹരിദാസ് തൊട്ട പിന്നിലുണ്ട്. അതിൻ്റെ പിന്നിലായി അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ 1,400 വോട്ടിൻ്റെ ഭൂരിപക്ഷം നാലാം റൗണ്ട് എണ്ണിയപ്പോൾ. നാലാം റൗണ്ട് എന്ന് പറഞ്ഞാൽ 56 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ, അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 56 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ ഭൂരിപക്ഷം ഏകദേശം 1,400 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. വോട്ടിൻ്റെ പാറ്റേൺ നോക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് 1,70,000 വോട്ട് കിട്ടിയിരിക്കുന്നു. അതേപോലെ സത്യമൊകേരിക്ക് 68,000 വോട്ടിൻ്റെ വോട്ട് കിട്ടിയിരിക്കുന്നു. അതേപോലെ 23,000 വോട്ടിൻ്റെ അടുത്ത് മാത്രമേ BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അവിടെ വലിയ ഓളം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വയനാട്ടിൽ ഒരു ഓളവും നവ്യ ഹരിദാസ് ഉണ്ടാക്കിയിട്ടില്ല. അതേസമയത്ത് ചേലക്കരയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്താണ്? ചേലക്കരയിൽ ഇപ്പോൾ ഇതുവരെ വന്നിരിക്കുന്ന വോട്ടിംഗ് പാറ്റേൺ പ്രകാരം 22,645 വോട്ടാണ് UR പ്രദീപ് പിടിച്ചിരിക്കുന്നത്. 16,120 വോട്ട് രമ്യ ഹരിദാസ് പിടിച്ചിരിക്കുന്നത്. 7,563 വോട്ടാണ് BJP പിടിച്ചിരിക്കുന്നത്. ഈ രൂപത്തിലാണ് കണക്ക്. അതേസമയത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ 10,053 വോട്ട് പിടിച്ച് നമ്മുടെ സരിൻ വളരെ മുന്നേറ്റം കാഴ്ചവെച്ചു എന്നുള്ളൊരു കാര്യം വളരെ സത്യമാണ്. 17,357 വോട്ടാണ് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയത്. 15,319 വോട്ടാണ് കൃഷ്ണകുമാറിന് കിട്ടിയത്. എന്നാൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വലിയ അട്ടിമറി നടക്കുമെന്ന് പറയുന്ന ഒരു കാര്യം ക്രൈം പുറത്തുവിട്ടത് സത്യമായി മാറിയിരിക്കുകയാണ്. ഇനി എണ്ണാനുള്ള BJPയുടെ ശക്തി കേന്ദ്രമാണ്. 104 വരെയുള്ള ബൂത്തുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി എണ്ണാനുള്ള സ്ഥലങ്ങളിൽ 56 ബൂത്തുകളാണ് ഇപ്പോൾ ഇതുവരെ എണ്ണിയിട്ടുള്ളത്. ഇനിയിപ്പോൾ 48 ബൂത്തുകൾ വളരെ പ്രധാനപ്പെട്ട BJP കേന്ദ്രങ്ങൾ തന്നെയാണ്. പക്ഷേ ആ BJP കേന്ദ്രങ്ങളിൽ എങ്ങനെയെല്ലാം അട്ടിമറി ഉണ്ടാകും എന്ന് നമുക്കറിയില്ല. എങ്ങനെയായാലും അത് കഴിഞ്ഞാൽ ഏകദേശം ബാലൻസ് ചെയ്ത് പിടിച്ചെടുക്കാനാണ് സാധ്യത. ഇതുവരെയുള്ള 1,400 വോട്ട് അങ്ങോട്ട് BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ വരുമ്പോൾ നമുക്കറിയില്ല എന്ത് മാറ്റം വരും പാലക്കാട് മുനിസിപ്പാലിറ്റി എന്നുള്ളത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൃത്യമായിട്ട് പറയാം. എന്തായാലും ഇന്ന് ഇന്ത്യ മുന്നണി വളരെ പിന്നോട്ടടിച്ചിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ 210 സീറ്റ് ഇതിനകം തന്നെ ഇന്ത്യ മുന്നണി നേടിയിരിക്കുന്നു എന്നുള്ള മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. 209 സീറ്റ് BJP മുന്നണിയാണ് മുന്നിട്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണി താഴ്ന്ന് തരിപ്പണമായി 68 സ്ഥലത്ത് മാത്രമേ മുന്നേറുന്നുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ലോക്സഭാ മണ്ഡല ഇലക്ഷനിൽ 67 സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണിയാണ് മുന്നേറിയതെങ്കിൽ ഇത്തവണ 6 മാസം കഴിഞ്ഞ് വോട്ടെടുപ്പ് നടക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി വളരെ താഴേക്ക് പതിച്ചിരിക്കുക. 68 സീറ്റിലേക്ക് മുന്നേറ്റം ഒതുങ്ങിയിരിക്കുന്നു. 11 സീറ്റുകളിൽ മറ്റുള്ളവരാണ് മുന്നേറുന്നത്. എന്തായാലും അതേപോലെ തന്നെയാണ് 45 സീറ്റോട് കൂടിയിട്ടാണ് ജാർഖണ്ഡിൽ NDA മുന്നണി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 33 സീറ്റിൽ ഇന്ത്യ മുന്നണി മുന്നേറുന്നുണ്ട്. അവിടെയും BJP അധികാരത്തിൽ വരുമെന്ന് പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ കറക്റ്റായി വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി പറയും, 209 സീറ്റാണ് NDA മുന്നണി മഹാരാഷ്ട്രയിൽ മുന്നേറുന്നത്. 62 സീറ്റിലാണ് ഇന്ത്യ മുന്നണി മുന്നേറുന്നത്. എന്നാൽ 11 സീറ്റോടുകൂടി മറ്റുള്ളവർ മുന്നേറുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ ജാർഖണ്ഡിൽ 45 സീറ്റോടുകൂടി NDA മുന്നണി, 33 സീറ്റോടുകൂടി ഇന്ത്യ മുന്നണിയും, അതേപോലെ 2-3 സീറ്റുകളിൽ മറ്റുള്ളവരും എന്നുള്ളതാണ്. ഇപ്പോൾ UR പ്രദീപിൻ്റെ ഭൂരിപക്ഷം 6,900 കടക്കുകയാണ്. അതൊരു സൂചന തന്നെയാണ്. ഘട്ടമായി അദ്ദേഹം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പഞ്ചായത്തുകളും എണ്ണുമ്പോൾ, 4ാം റൗണ്ട് എണ്ണുമ്പോൾ 6,919, അതായത് 10 മണി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 6,913 വോട്ടിൻ്റെ ലീഡാണ് ചേലക്കരയിൽ CPM ഉള്ളത് എന്നുള്ളതാണ്. 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന
ചേലക്കരയിൽ 6913 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ നേടിയിരിക്കുന്നതിൻ്റെ അർത്ഥം അത് പോസിറ്റീവായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. നമുക്ക് അത് എത്രമാത്രം അട്ടിമറികൾ നടക്കും എന്ന് നമുക്ക് പറയാറായിട്ടില്ല. എന്തായാലും 6913 വോട്ടിൻ്റെ ഒരു മുന്നേറ്റമാണ് ചേലക്കരയിൽ കാണിക്കുന്നത്. അത് വലിയ മുന്നേറ്റം തന്നെയായിട്ട് കാണാം. എന്തായാലും ചേലക്കരയിൽ രമ്യ ഹരിദാസ് വളരെ പിന്നിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ ചേലക്കരയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും എണ്ണാനുള്ളത് ഏകദേശം ഇതിൻ്റെ ഒരു 6 ഇരട്ടി ഇനി എണ്ണാനുണ്ട്. 6 എണ്ണിക്കഴിയുമ്പോൾ നമുക്കറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ ഫലസൂചകം നോക്കുമ്പോൾ ചേലക്കരയിൽ വൻ അട്ടിമറികളൊന്നും നടക്കാൻ പോകുന്നില്ല. അതേപോലെ UDF പാലക്കാട് വൻ ഭൂരിപക്ഷത്തിന് ഏകദേശം ഒരു 10,000 മേലെ ടു 12,000 ടു 15,000 വരെ ഭൂരിപക്ഷം നേടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഫലസൂചകമായി പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്ക ഗാന്ധി 1,04,000 ഈ പറയുന്ന നേരം കൊണ്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ അവർ 4 ലക്ഷത്തിലേക്ക് കുതിച്ചു കയറാൻ സാധ്യതയുണ്ട്. 4 ലക്ഷത്തിലേക്ക് കുതിച്ചു കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണ് പോകുന്ന പോക്ക്. നന്ദി, നമസ്കാരം.